കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന വാജിദ് പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെടുന്നത്. അവരുടെ രാജിയിൽ നമുക്ക് കൂടുതലൊന്നും അത്ഭുതപ്പെടാനില്ല. കാരണം അത്രമേൽ അഴിമതി നടത്തി സ്വജനപക്ഷപാതിത്വം നടപ്പിലാക്കിയ ഏകാധിപതിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഷെയ്ഖ് ഹസീന. ഏതൊരു ഏകാധിപതിയായ ഭരണാധികാരിക്കും തന്റെ കുഴലൂത്തുകാരായ ചില ആളുകളുണ്ടാകും. അത്തരം കുഴലൂത്തുകാരായ ആളുകളുടെ സഹായത്താലും സഹകരണത്താലും ഒരു പരിധിവരെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു പരിധി കഴിഞ്ഞാൽ തന്റെ ഏകാധിപത്യത്തിനെതിരായ ഒറ്റപ്പെട്ട ആളുകളുടെ ശബ്ദം ഉയർന്നു തുടങ്ങും. ഈ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കൂട്ടായ ശബ്ദങ്ങളായി മാറും. അത് വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളിലേക്ക് നയിക്കും. ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെടാൻ കാരണമാക്കിയത്. ഷെയ്ഖ് ഹസീനക്ക് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യയിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട ഗതി വരുമോ എന്ന് രണ്ടുപേരുടെയും ജനങ്ങളോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള സമീപനം വെച്ചുകൊണ്ട് പരിശോധിക്കുകയാണ് നാം ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമുക്കറിയാം, ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ ആദ്യമായി പ്രധാനമന്ത്രിയാവുന്നത് ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ്. ഇങ്ങനെ ജനാധിപത്യ പ്രക്രിയയിലൂടെ ഭരണത്തിലെത്തിയ ഒരു പ്രധാനമന്ത്രിയാണ് തനിക്കെതിരായി ആരെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദമുയർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ തീരുമാനങ്ങളെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജയിലിലടക്കുക, അല്ല എങ്കിൽ എന്തെങ്കിലും കുറ്റം ചുമത്തിക്കൊണ്ട് കോടതിയെ സ്വാധീനിച്ച് തൂക്കിലേറ്റുക. ഇത്തരത്തിലുള്ള പ്രവണതകൾ വർഷങ്ങളായി അധികരിച്ചതുകൊണ്ടാണ് ഷെയ്ഖ് ഹസീനക്കെതിരെ ഒരു ചെറിയ കാരണം കിട്ടിയപ്പോഴേക്ക് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഇനി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ആദ്യമായി പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെയായിരുന്നു. 2014 തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അതുവരെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ്, അദ്ദേഹം ഓരോ ഇന്ത്യക്കാരനും അന്തസ്സും അഭിമാനവും നൽകുന്ന ഒരു വാചകം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പരാജയ കാരണത്തിന് ഏതെങ്കിലും ഉദ്യോഗസ്ഥനെയോ അല്ലെങ്കിൽ സംഘടനയെയോ അല്ലെങ്കിൽ ഏജൻസിയെയോ കുറ്റം പറഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഫലത്തിന് യാതൊരു തരത്തിലുള്ള വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തുകയല്ല അദ്ദേഹം ചെയ്തത്. പകരം അദ്ദേഹം ചെയ്ത കാര്യം മഹത്തരമാണ്, അന്തസ്സുള്ളതാണ്. അതിലേറെ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന ഒരു വാചകമാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ഞാൻ മാനിക്കുന്നുവെന്നാണ്. 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ചോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചോ വ്യാപകമായ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ മാത്രമാണ് തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ചോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചോ ഉണ്ടായിരുന്നത്. എന്നാൽ 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനു ശേഷം വ്യാപകമായ തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും സംശയങ്ങളുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും തെരഞ്ഞെടുപ്പ് വ്യവസ്ഥയെ കുറിച്ചും സിവിൽ സൊസൈറ്റിയിൽ നിന്ന് പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം പക്ഷേ അതിനെ വലിയ തോതിൽ ഏറ്റെടുത്തിട്ടില്ല. പ്രതിപക്ഷം അത്തരത്തിലുള്ള ആക്ഷേപം 2014 മുതൽ 2024 തുടക്കത്തിൽ വരെ അത്തരത്തിലുള്ള ഒരു പൊസിഷൻ എടുത്തിട്ടില്ല. അത് എടുക്കാതിരിക്കാൻ കാരണവുമുണ്ട്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ച് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷം സംശയം ഉന്നയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ വോട്ടർമാർക്ക് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ കുറിച്ച് എക്കാലത്തേക്കുമായി സംശയമുണ്ടാകും, വിശ്വാസ്യത നഷ്ടപ്പെടും. അത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെയും ജനാധിപത്യ വ്യവസ്ഥയെയും ബാധിക്കുമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഔചിത്യബോധം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്കോ അല്ലെങ്കിൽ ക്യാമ്പയിനുകൾക്കോ പ്രതിപക്ഷം നേതൃത്വം നൽകാതിരുന്നത്. 2014 ശ്രീ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ ചെയ്തതുപോലെ തനിക്കെതിരെ ചോദ്യമുന്നയിക്കുന്ന പ്രതിപക്ഷത്തെ നേതാക്കൾ, തനിക്കെതിരെ വാർത്ത നൽകുന്ന മാധ്യമങ്ങൾ, മാധ്യമ പ്രവർത്തകർ, സിവിൽ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ, ഇവർക്കെതിരെയെല്ലാം കേസുകൾ എടുത്തുകൊണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ജയിലിലടക്കാനും ഭീഷണിപ്പെടുത്തി അടക്കി നിർത്താനുമാണ് ശ്രീ നരേന്ദ്രമോദി ശ്രമിച്ചത്. പക്ഷേ ഇന്ത്യയിൽ ഇനിയുള്ള കാലം അത് അത്രത്തോളം വിലപ്പോകില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.
കാരണം രണ്ടെണ്ണമുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ശക്തമായ ഒരു പ്രതിപക്ഷമാണ് 2 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. രണ്ടാമതായി BJPക്ക് അകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഉൾപോര് അത് BJPയെ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. പോരാത്തതിന് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തത് തന്നെ അവർക്ക് ഏറ്റവും വലിയ പാരയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾക്ക് കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബംഗ്ലാദേശിൽ അവസാനമായി നടന്ന തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾ ബഹിഷ്കരിച്ചു എങ്കിൽ ഇന്ത്യയിൽ ഭരണഘടനയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും സംരക്ഷിക്കണമെന്ന ആവശ്യം പ്രമേയമാക്കിക്കൊണ്ട് പ്രചരണം നടത്തിയാണ് പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതിലുപരി ഇന്ത്യയിലെ BJP ഇതര പാർട്ടികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നതും മോദിയുടെ ഏകാധിപത്യ പ്രവണതകളെ ദുർബലമാക്കാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ 2024 പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പിടിച്ചെടുത്തു മോദി സർക്കാർ. മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ട് പിടിച്ചെടുക്കുന്നതിലൂടെ അവരെ സാമ്പത്തികമായി ദുർബലപ്പെടുത്തുക മാത്രമായിരുന്നില്ല BJPയുടെയും മോദിയുടെയും ലക്ഷ്യം. മറിച്ച് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യമായ ഇന്ത്യ സഖ്യത്തെ ഒന്നടങ്കം ദുർബലപ്പെടുത്തുക എന്നതായിരുന്നു മോദിയുടെയും സംഘത്തിന്റെയും ലക്ഷ്യം. എന്നാൽ മോദിക്കും BJPക്കും തിരിച്ചടി നൽകിക്കൊണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ BJPക്ക് എതിരായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. സുപ്രീം കോടതിയുടെ BJPക്കെതിരായ ഈ വിധി ജനങ്ങളിൽ ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളിൽ വിശ്വാസമുണ്ടാക്കാൻ കാരണമാക്കി. ഇനി ബംഗ്ലാദേശിലേക്കും ഷെയ്ഖ് ഹസീനയിലേക്കും വരികയാണ് എങ്കിൽ നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസ് ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ബംഗ്ലാദേശിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു നുണ ഫാക്ടറി ആയിരുന്നു. തുടർച്ചയായി നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശ് ഗവൺമെന്റും. എന്നാൽ ഇന്ന് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ പടച്ചുണ്ടാക്കിയ നുണകളിൽ അവർക്ക് തന്നെ വിശ്വസിക്കേണ്ട ഗതികേടാണ് എന്നുള്ളത്. കാരണം ജനങ്ങളാരും ഷെയ്ഖ് ഹസീനയുടെ നുണകളെ വിശ്വസിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. ഇത്തരത്തിൽ നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഇന്ത്യയിലെ മോദി സർക്കാരിന്റെയും ഒരു ദൗർബല്യമാണ്. മോദിക്കെതിരെ എന്തെങ്കിലും വിമർശനം ഉയർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർക്കാരിനെതിരെ എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായി കഴിഞ്ഞാൽ അതിനെയെല്ലാം മോദിയും സംഘവും പ്രതിരോധിച്ചിരുന്നത് നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ അവസ്ഥകൾ കാണിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടുകൾ ഏതെങ്കിലും അന്താരാഷ്ട്ര മാധ്യമമോ ഏജൻസിയോ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെയെല്ലാം ജിഹാദി ചാപ നൽകിക്കൊണ്ട് ആക്ഷേപിച്ച് അടച്ചിരുത്താനാണ് മോദിയും സംഘവും കഴിഞ്ഞ 10 വർഷക്കാലം ശ്രമിച്ചത്. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് BBC ഒരു ഡോക്യുമെന്ററി പുറത്തിറക്കി. അത് മോദിക്ക് എതിരായിരുന്നു, മോദിയെ വിമർശിക്കുന്നതായിരുന്നു. ആ ഡോക്യുമെന്ററി പുറത്തിറക്കിയ അന്താരാഷ്ട്ര മാധ്യമമായ BBCയുടെ ഇന്ത്യയിലെ ഓഫീസ് റെയ്ഡ് ചെയ്തുകൊണ്ട് മോദി അവർക്കെതിരെ പ്രതികാരം ചെയ്തു. കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി കുറെ വീമ്പുകൾ പറയുന്നതിനപ്പുറം വേറെ ഒന്നും ഉണ്ടാവുകയില്ല. മോദിയെ കുറിച്ച് തന്നെ കുറെ പുകഴ്ത്തും. പിന്നെ മോദിയുടെ PR ടീം അവരും കുറെ പുകഴ്ത്തും. അതിനപ്പുറം ഒന്നും ഉണ്ടാവാറില്ല. മോദി ഇവിടെ ഒരു മനുഷ്യനും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടാണ് മോദി കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് പോയത്. പക്ഷെ അതിന് കൃത്യമായ തിരിച്ചടി ജനങ്ങൾ നൽകി എന്നത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ സംഗതിയാണ്. ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തനിക്ക് എതിരായ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ മോദിയും സംഘവും ശ്രമിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനങ്ങൾ അതിന് കൃത്യമായ തിരിച്ചടി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയത് കൊണ്ട് സമീപ ഭാവിയിൽ ഇന്ത്യയിലെ ഭരണഘടനക്കോ അല്ലെങ്കിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കോ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.